ഹലോ, എല്ലാവരുടെയും ഫേവറേറ്റായ പനീർ ബട്ടർ മസാലയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ചെറിയ ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അരയിലും കുറവ് മതി കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനകത്തേക്ക് കട്ട് ചെയ്ത് പനീർ ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് 2 ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട, അപ്പോൾ പനീർ ഡ്രൈ ആയി പോവും. എന്നാൽ ഒരു ചെറിയൊരു കോട്ടിങ് വരുന്നവരെ ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് അത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ അതേ പാനിലേക്ക് ഇച്ചിരി കൂടി ബട്ടർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊട്ടുമ്പോൾ നമുക്ക് ഒരു വറ്റൽമുളകും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് കൊത്തിയരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് കാഷ്യൂ പുതിർത്ത് വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇട്ടിട്ട് നമുക്കത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി റെഡിയാണ്. ഇനി നമ്മൾ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാലകളായിട്ട് ഇടേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 to 3/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല. ഇത്രയും ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് ടൊമാറ്റോ പ്യൂരി, കാഷ്യൂം ടൊമാറ്റോയിലെ പ്യൂരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഒരു സെമി തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ യമ്മി പനീർ ബട്ടർ മസാല റെഡിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്